നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കരസ്ഥമാക്കിയ പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദു സമദ് സമദാനിക്ക് കൂറ്റനാട് വമ്പിച്ച സ്വീകരണം നൽകി. കോൺഗ്രസ് തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെ സ്വീകരണം നൽകിയത്. 2,36,518 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് സമദാനിയുടെ വിജയം. എത്ര വലിയ വിജയം കരസ്ഥമാക്കുന്നു അത്രയും തന്നെ വിനയാന്വിതനായി നമ്മൾ മാറണമെന്ന് കൂറ്റനാട് സെന്ററിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. വോട്ട് നൽകിയ മുഴുവൻ ജനങ്ങൾക്കും നന്ദി അറിയിച്ചു. വിജയം അതിഗംഭീരമാകുന്നുവോ അത്രത്തോളം നമ്മുടെ സൗമ്യരും വിനയാന്വിതരുമായി തീരാം. അതാണ് നമ്മുടെ രാഷ്ട്രീയം, അതാണ് നമ്മുടെ സന്ദേശം. നമ്മളെല്ലാവരും അതിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ വളരെ സിമ്പിളായി, റോഡൊന്നും മുടക്കാതെ വളരെ ലളിതമായി നിങ്ങളിത് നടത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി എല്ലാ സ്ഥലത്തും എത്തിയിട്ട് നമുക്ക് നന്ദി പറയാം. പിന്നെ വല്ലാത്തൊരു വിജയമാണ്. നമ്മളൊക്കെ കണക്കൂട്ടിയതിൻ്റെ അപ്പുറത്താണ്. നമ്മുടെ ജനങ്ങൾ നമുക്ക് നൽകിയ പരിഗണന നമ്മൾ പോലും കണക്ക് കൂട്ടിയതിൻ്റെ അപ്പുറത്താണ്. നമ്മുടെ നാട്ടുകാർ നമുക്ക് നൽകിയ പരിഗണന എല്ലാ സ്ഥലത്തും വലിയ ലീഡാണ്. ലോക്സഭാ മണ്ഡലത്തിൽ, പൊന്നാനി മണ്ഡലത്തിൽ ഇന്നോളം ഉണ്ടായ ലീഡുകളെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ലീഡാണ്. അതിൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ അത് നാട്ടുകാരുടെ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണെന്നാണ് നമ്മൾ പറയുന്നത്. അവരാണത് വിജയിപ്പിച്ചത്. UDF നന്നായി, നമ്മുടെ നേതാക്കന്മാർ. തൃത്താല മുൻ MLA VT ബൽറാം മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നായി പൊന്നാനിയിലെ വിജയത്തെ മാറ്റിയ നിങ്ങൾ ഓരോരുത്തരെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ പേരിൽ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ നിയുക്ത MP ശ്രീ അബ്ദുൽ സമദ് സമദാനി സാഹിബിത നിങ്ങളെയൊക്കെ നേരിൽ കാണുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മൾ കൂട്ടായി നടത്തിയ ഈ പ്രവർത്തനത്തിനും പോരാട്ടത്തിനും നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ നേരുന്നതിന് വേണ്ടി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ പിന്തുണയും അനുഗ്രഹാശസ്സുകളും ഉണ്ടാകും. CV ബാലചന്ദ്രൻ, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 35 കിലോ ഭാരമുള്ള ഭീമൻ കേക്ക് മുറിച്ച് എടപ്പാളിൽ സമദാനിയുടെ വിജയം ആഘോഷിച്ചു. UDF പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദു സമദ് സമദാനിയുടെ തിളക്കമാർന്ന വിജയമാണ് ഭീമൻ കേക്ക് മുറിച്ച് 100 കണക്കിന് ആളുകൾക്ക് വിതരണം ചെയ്തത്. തലമുണ്ട മേഖല മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് 20,000 രൂപയോളം വിലയുള്ള കേക്ക് നിർമ്മിച്ചത്. KP മുഹമ്മദ് അലി ഹാജി കേക്ക് മുറിച്ച് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. VKA മജീദ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് AM രോഹിത് മുഖ്യാതിഥിയായി. ഹാരിസ് T, EP രാജീവ്, S സുധീർ, C രവീന്ദ്രൻ, സിയാദ് KV, KP ഖാദർ പാഷ, KP മുഹമ്മദ് കുട്ടി, അദീബ് എന്നിവർ സംസാരിച്ചു. രാഹുൽ ഗാന്ധിയുടെയും പഴയകാല മുസ്ലിം ലീഗ് നേതാക്കളായ ഖായിദെ മില്ലത്ത്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഖഫി തങ്ങൾ, ശിഹാബ് തങ്ങൾ, ഹൈദരലി തങ്ങൾ, CH മുഹമ്മദ് കോയ, E അഹമ്മദ് എന്നിവരും, സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാദർ മൊയ്തീൻ, ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, ജനറൽ സെക്രട്ടറി PK ഫിറോസ് എന്നിവരുടെ ഫോട്ടോകളും ഭീമൻ കേക്കിൽ ഉണ്ട്. CCTV ന്യൂസ് തൃത്താല. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ വെട്ടിക്കാട്ടിരി റേഞ്ച് പരിധിയിലെ മദ്രസ അധ്യാപകർക്കായി സംഘടിപ്പിക്കുന്ന 4 ദിവസത്തെ അധ്യാപക പരിശീലന പരിപാടിക്ക് തുടക്കമായി. പാഞ്ഞാൾ പഞ്ചായത്തിലെ പുഷ്കരം നജ്മുൽ ഹുദ മദ്രസയിലാണ് മുവല്ലിം എംപവർമെന്റ് പ്രോഗ്രാമിന് തുടക്കമായത്. അധ്യാപന രംഗത്ത് കാലോചിതമായ മനഃശാസ്ത്ര സമീപനവും പാഠ്യപാഠ്യേതര രംഗങ്ങളിൽ വിദ്യാർത്ഥികളെ കൂടുതൽ പരിപോഷിപ്പിക്കാനാവശ്യമായ നവീന അധ്യാപന രീതികളും ഉൾപ്പെട്ട ട്രെയിനിംഗ് കോഴ്സാണ് നടക്കുന്നത്. മദ്രസ മുഖദ്ദീസ് മുഹമ്മദ് കുട്ടി സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഴപ്ര മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ മദ്രസ മുറ്റത്ത് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീലിന്റെ റേഞ്ച് തല ഉദ്ഘാടനവും തുടർന്ന് അധ്യാപക പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. റേഞ്ച് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ സഖാഫി പാറപ്പുറം അധ്യക്ഷത വഹിച്ചു. റേഞ്ച് സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് സഖാഫി വെട്ടിക്കാട്ടിരി ആമുഖ പ്രഭാഷണം നടത്തി. SJM സ്റ്റേറ്റ് ട്രെയിനർ ഗഫൂർ സഖാഫി ട്രെയിനിംഗ് ക്ലാസിന് നേതൃത്വം നൽകി. മുഹമ്മദ് കുട്ടി സഖാഫി, ഷെരീഫ് ബാക്കവി, ഷമീർ സഖാഫി, മഹൽ പ്രസിഡന്റ് മൊയ്തുണ്ണി, സെക്രട്ടറി ഉമ്മർ, കുഞ്ഞി മുഹമ്മദ്, സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലാസിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. CCTV ന്യൂസ് തളി.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതുരുത്തി യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു. ചെറുതുരുത്തി സൂരജ് റോഡിലെ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MK ഹംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ട്രഷറർ V രാമചന്ദ്രൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ P നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ചേലക്കര നിയോജക മണ്ഡലം കൺവീനർ KM മുഹമ്മദ്, നേതാക്കളായ CM സൈദലവി ഹാജി, KP ഗോവിന്ദൻകുട്ടി, MS മുഹമ്മദ്, ഉണ്ണികൃഷ്ണൻ, KY ഷമീർ, വനിതാ വിംഗ് പ്രസിഡന്റുമായ ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി PA അലി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി VA ആനന്ദ് നന്ദിയും പറഞ്ഞു. പഴയ ഭരണസമിതിയെ വീണ്ടും തെരഞ്ഞെടുത്തു. ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ വ്യാപാരികൾ കടമുടക്കിയാണ് വാർഷിക സമ്മേളനം നടത്തിയത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ചുറ്റുപാടിനെ അറിയേണ്ടതിന്റെയും പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതിന്റെയും ആവശ്യകത മനസ്സിലാക്കാനുള്ള ദിനം. അന്താരാഷ്ട്ര തലത്തിൽ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഉത്സവമാണ് 1973 മുതൽ ആചരിക്കുന്ന ലോക പരിസ്ഥിതി ദിനം. അഞ്ച് പതിറ്റാണ്ടുകളായി ആഗോളതലത്തിൽ പരിസ്ഥിതി അവബോധം വളർത്താനും സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കാര്യമായ സംഭാവനകൾ നൽകുന്നതിന് ലോക പരിസ്ഥിതി ദിനത്തിന് സാധിച്ചിട്ടുണ്ട്. ഓരോ വർഷവും വ്യത്യസ്ത മുദ്രാവാക്യങ്ങളെ മുൻനിർത്തിയാണ് പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഭൂപുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിന സന്ദേശം. ലോക പരിസ്ഥിതി സംഘടനയുടെ നിർവചനപ്രകാരം ആവാസവ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ അഥവാ ഭൂപുനരുദ്ധാരണം എന്നാൽ ജീർണിച്ചതോ നശിപ്പിക്കപ്പെട്ടതോ ആയ ആവാസവ്യവസ്ഥകളെ വീണ്ടെടുക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ ഇപ്പോഴും കേടുകൂടാതെയിരിക്കുന്ന ആവാസവ്യവസ്ഥകളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. തണ്ണീർത്തട സംരക്ഷണം, സമുദ്ര ആവാസവ്യവസ്ഥയുടെ പുനഃസ്ഥാപനം, പുൽമേടുകളും ഷോലവനങ്ങളും സംരക്ഷിക്കൽ, അധിനിവേശ ജീവികളെ നിയന്ത്രിക്കുക എന്നിവയും ആവാസവ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ പ്രക്രിയയുടെ ഭാഗമാണ്. മരുഭൂവൽക്കരണത്തിനെതിരായ UN കൺവെൻഷൻ പഠനപ്രകാരം നമ്മുടെ ഗ്രഹത്തിന്റെ 40% വരെ നശിച്ചു കഴിഞ്ഞു. ഇത് ലോക ജനസംഖ്യയുടെ പകുതിയോളം പേരെ നേരിട്ട് ബാധിക്കുകയും 2050ഓടെ 3/4 ബാധിച്ചേക്കാമെന്നും മുന്നറിയിപ്പുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഭൂമിയുടെ പുനഃസ്ഥാപനം വഴി ഭൂശോഷണം, വരൾച്ച, മരുഭൂവൽക്കരണം എന്നിവയുടെ ഭീഷണി നല്ലൊരു പരിധിവരെ നേരിടാൻ കഴിയും. 2040ഓടെ ഭൂമിയുടെ തകർച്ച തടയാനും തിരിച്ചുവിടാനും ഭൂശോഷണം 50% കുറയ്ക്കുവാനുമാണ് ഈ ആഗോള സംരംഭത്തിന്റെ ലക്ഷ്യം. എല്ലാ രീതിയിലുമുള്ള ആവാസവ്യവസ്ഥയുടെ നഷ്ടം, വിഘടനം എന്നിവ തടയുക, പ്രകൃതി അധിഷ്ഠിത ആവാസവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള സമീപനങ്ങളിലൂടെ സംയോജിതവും സുസ്ഥിരവുമായ വളർച്ച ഉറപ്പുവരുത്തുക, പ്രാദേശികമായ സാങ്കേതികവിദ്യ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുക എന്നിവയാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് CCTV. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ NCCയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. ഇതോടൊപ്പം സർവീസിൽ നിന്ന് വിരമിക്കുന്ന NCC ഓഫീസർ ഡോക്ടർ P അബ്ദുവിന് യാത്രയപ്പ് നൽകി. 1.5 പതിറ്റാണ്ടുകാലം ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ അസോസിയേറ്റ് NCC ഓഫീസറായി വിരമിച്ച ക്യാപ്റ്റൻ ഡോക്ടർ P അബ്ദുവിനുള്ള യാത്രയപ്പും പരിസ്ഥിതി ദിനാചരണവുമാണ് പട്ടാമ്പി കോളേജിൽ വിവിധ പരിപാടികളോടെ നടത്തിയത്. പുതിയ NCC കെയർടേക്കർ ഓഫീസറായ ഡോക്ടർ A പ്രമോദിനുള്ള സ്വീകരണവും നടന്നു. സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങ് കോളേജിലെ NCC അലുമിനി അസോസിയേഷനാണ് സംഘടിപ്പിച്ചത്. പരിസ്ഥിതി ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. വൃക്ഷത്തൈ നടലും നടന്നു. ഭാരതപ്പുഴയിലുള്ള ഒരു കാലത്തുള്ള വെള്ളം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് മിനറൽ വാട്ടർ കിട്ടുന്നതിന് തുല്യമായി. നല്ല വെള്ളത്തിന് നല്ല രീതിയിൽ ഒഴുക്കുണ്ടായിരുന്നു, ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള മാലിന്യങ്ങളോ ഇല്ലാത്ത ഭാരതപ്പുഴയായിരുന്നു. എന്നാൽ ഇന്ന് കോളിഫോം ബാക്ടീരിയയുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചതുകൊണ്ട് പട്ടാമ്പി ഭാരതപ്പുഴയിൽ വെള്ളം എടുത്ത് പരിശോധിച്ച സമയത്ത് കുടിക്കാൻ, കുളിക്കാൻ, അലക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കോളിഫോം ബാക്ടീരിയയുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ച ഒരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ നമ്മൾ നിൽക്കുന്ന ഭാഗമാണ്. അത് സത്യസന്ധമായി പറഞ്ഞാൽ മനുഷ്യന്റെ തെറ്റായ ഇടപെടലാണ്. മണൽ വാരി പുഴ നശിപ്പിച്ചു. മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ഭാരതപ്പുഴ സംരക്ഷണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭ ക്ലീൻ ചെയ്യാൻ ചെന്നപ്പോൾ ഏതാണ്ട് 30 വർഷം 40 വർഷം ഒക്കെ പഴക്കമുള്ള
പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. 10 ലോഡ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഞങ്ങൾ ചെറിയൊരു പ്രദേശത്ത് മാത്രം നീക്കം ചെയ്യുന്നത്. യാത്രയപ്പ് യോഗം നഗരസഭാ കൗൺസിലർ KT റുക്കയും നിർവഹിച്ചു. പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ ഡോക്ടർ VS ജോയ് അധ്യക്ഷനായി. ബോട്ടണി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ K കൃഷ്ണകുമാർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഒറ്റപ്പാലം 28 കേരള NCC ബറ്റാലിയൻ നായിബ് സുബേദാർ MK രമേഷ് കുമാർ, മുൻ ലൈബ്രറിയൻ S അഴഗിരി, അലുമിനി ഭാരവാഹികളായ CU മനോജ് കുമാർ, ഷെരീഫ് തുമ്പിൽ, ചിത്രമേഘൻ, ബാലകൃഷ്ണൻ എഴുവന്തല, ഷാജഹാൻ കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. NCC കാഡറ്റുകളുടെയും അലുമിനിയുടെയും ഉപഹാരങ്ങൾ ചടങ്ങിൽ കൗൺസിലർ റുക്കിയ സമ്മാനിച്ചു. തളി മഹൽ ജുമാ മസ്ജിദ് കമ്മിറ്റി മഹൽ നിവാസികളുടെ സഹകരണത്തോടെ ഖബർസ്ഥാനിൽ ബലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിച്ചു. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 രാവിലെ തലശ്ശേരി മഹൽ ഖത്തീബ് അഡ്വക്കേറ്റ് ഷമീം അൻവരി, തളി മഹൽ ഖത്തീബ് മുഹമ്മദ് മുഫീദ് ഫൈസി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മഹൽ പ്രസിഡന്റ് അബ്ദുൽ നാസർ, ജനറൽ സെക്രട്ടറി TM നാസർ, ട്രഷറർ അബു തോട്ടുമൂച്ചിക്കൽ, വൈസ് പ്രസിഡന്റ് അഹമ്മദ്, ജോയിന്റ് സെക്രട്ടറി സലാമ ചമ്പുള്ളി, ജോയിന്റ് സെക്രട്ടറി അയ്യൂബ് TM, അലി KP, അലി AA, അബ്ദുൾ റഹ്മാൻ, ഉമ്മർ കുളത്തിങ്കൽ, ഉമ്മർ ഫാറൂഖ് TM തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരിടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി മേഖലയിൽ UDFന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന VK ശ്രീകണ്ഠന്റെ വിജയത്തെ തുടർന്നാണ് പട്ടാമ്പി മേഖലയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. പട്ടാമ്പി ടൗണിൽ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആഹ്ലാദ പ്രകടനം. UDF നേതാക്കളായ റിയാസ് മുക്കോളി, KP വാപ്പുട്ടി, KR നാരായണസ്വാമി, ഉമ്മർ കീഴായു, CS സാജിദ്, K ബഷീർ, KP റസാഖ്, ജയശങ്കർ കൊട്ടാരത്തിൽ, CA റാസി, KT റുക്കിയ, AK അക്ബർ, KP ഷാഹിദ്, KMA ജലീൽ തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. മേലെ പട്ടാമ്പിയിൽ നിന്നുമാണ് ആഹ്ലാദ പ്രകടനം ആരംഭിച്ചത്. വെളിയൂരിൽ UDFന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടന്നു. നേതാക്കളായ നീരടി സുധാകരൻ, സജീവ് കുമാർ, ഹുസൈൻ കണ്ടങ്കാവ്, MC മജീദ്, വാപ്പുട്ടി, സുധീർ, മണികണ്ഠൻ, സജി, ഷാജഹാൻ, ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊപ്പത്തും വല്ലപ്പുഴയിലും തിരുവേപ്പുറയിലുമെല്ലാം UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടന്നു. സമസ്ത കേരള സുന്നി ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷം നടത്തി. വല്ലപ്പുഴ ചുങ്കപ്പിലാവിൽ നടന്ന ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള സുന്നി ബാലവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഭൂമിക്കൊരു തണൽ ഭാവിക്കൊരു കരുതൽ എന്ന പ്രമേയത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിക്കുന്നത്. കുറുവട്ടൂർ റേഞ്ചിന് കീഴിൽ ചുങ്കപ്പിലാവ് സബീബുൽ ഇസ്ലാം മദ്രസയിൽ വെച്ചായിരുന്നു ദിനാചരണം നടത്തിയത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫ് വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടായിരുന്നു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളുടെയും വ്യതിചലനമൊക്കെ നമ്മളെ വലിയ രീതിയിൽ ബാധിച്ച്
നമുക്ക് അനുഭവപ്പെട്ട കാലഘട്ടമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കടന്നു പോയത്. അളവിൽ കൂടുതൽ മഴ ലഭിച്ചാൽ എന്ത് സംഭവിക്കുന്നു, അളവിൽ കൂടുതൽ ചൂട് അനുഭവപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്നൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന ആളുകളാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത വണ്ണം പുതിയ കാലഘട്ടം എന്നുള്ള നിലക്ക് കഴിഞ്ഞ 1-2 വർഷങ്ങൾ, 2 പോരാ കുറച്ച് കൂടെ ബാക്കിലേക്ക് ചിന്തിച്ച ഗവൺമെന്റുകളെല്ലാം ഈ മേഖലയിലേക്ക് വലിയ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തത്. നമ്മളെല്ലാവരും കേട്ടുകയാണ് ഇതിൽ കുറച്ചുകൂടെ ചെറുപ്പക്കാരായ ഉസ്താദന്മാരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടോ? അപ്പൊ കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് പല പ്രൊജക്ടുകളും ഇപ്പോ വികസന പദ്ധതികളായാലും സർക്കാരുകളുടെയും അതുപോലെ തന്നെ കമ്പനികളുടെ ആയാലും വ്യത്യസ്തമായ സ്ഥാപനങ്ങളുടെ ആയാലും പരിപാടികളൊക്കെ നടക്കുന്നത് കാർബൺ ന്യൂട്രൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം കാർബൺ എമിഷൻ നടത്തുന്നുവോ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഒരു കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന പ്രകൃതിയുടെ മലിനീകരണത്തിൽ നിന്ന് അതേ സന്തുലിതാവസ്ഥയിൽ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കൂടി നമ്മൾ ഏറ്റെടുക്കണം. റേഞ്ച് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അധ്യക്ഷനായി. റേഞ്ച് സെക്രട്ടറി CM സുനിൽ മുസ്ലിയാർ ആമുഖ പ്രഭാഷണം നടത്തി. ഹംസ അൻവരി, ജലീൽ മുസ്ലിയാർ, മൊയ്നുദ്ദീൻ, S മൊയ്തീൻ, BT കബീർ, KK അബ്ബാസ്, സ്വാലിഖ് നിസാമി, ഹംസ വഹാബി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ രായരനല്ലൂർ AUP സ്കൂളിൽ പഞ്ചായത്ത് തല പച്ചക്കറിത്തോട്ട നിർമ്മാണ ഉദ്ഘാടനം നടത്തി. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KKA അസീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്റ ഇക്ബാൽ, സ്കൂൾ മാനേജർ KK കൃഷ്ണകുമാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാപ്പു മാസ്റ്റർ, കൃഷി ഓഫീസർ ബിജു വി ബാലൻ, സ്കൂൾ പ്രധാനാധ്യാപിക PV സുനന്ദ ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങളെ പൊന്നാട അണിയിച്ചു. സീഡ് ക്ലബ് കൺവീനർമാരായ അജിത് മാസ്റ്റർ, നിഖിൽ മാസ്റ്റർ, തെസ്നി ടീച്ചർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമിന്റെ പോസ്റ്റർ പ്രകാശനം നടന്നു. അറബിക് അധ്യാപകരായ റാഹില, ഷഹീദ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കുട്ടികൾ അവതരിപ്പിച്ച മൈം ശ്രദ്ധേയമായി. തുടർന്ന് കുട്ടികൾ അടുത്തുള്ള രായരനല്ലൂർ മല സന്ദർശിക്കുകയും വൃക്ഷത്തൈകൾ നടുകയും ചെയ്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.